ഹലോ, ഒരു ഏത്തപ്പഴവും മുട്ടയും കൊണ്ട് ഇതുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ബനാന ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. ശരിക്കും ഒരു ബനാനയും 2 മുട്ടയും വെച്ചിട്ട് നമ്മൾ ഇത്രയും നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്ക് മൈദയൊക്കെ കൊടുക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ആദ്യം തന്നെ ഒരു വലിയ ഏത്തപ്പഴമാണ് എടുക്കുന്നത്. പഴുത്തത് എടുക്കുകയാണെങ്കിൽ അധികം മധുരം ചേർക്കണ്ട, പഴുക്കാത്ത എടുക്കുമ്പോൾ കുറച്ച് മധുരം ചേർക്കേണ്ടി വരും കേട്ടോ. ഇവിടെ മധുരത്തിന് പകരം ഞാൻ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഒരു ഏത്തയ്ക്ക മുഴുവനായിട്ട് നമ്മൾ അരിഞ്ഞ് ചെറിയ കഷ്ണമായിട്ട് ഒന്ന് അരിഞ്ഞ് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ഒരു പരുവത്തിലെടുത്തിട്ടാണ് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 കപ്പ് ഓട്സാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദയൊന്നും യൂസ് ചെയ്യുന്നില്ല, ഹെൽത്തി ആയിട്ട് വേണ്ടിയിട്ട് 1 കപ്പ് ഓട്സ്, പിന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ശർക്കര. ഇതിൻ്റെ എല്ലാത്തിൻ്റെ അളവും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ശർക്കരയാണ് ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ 2 മുട്ട ആഡ് ചെയ്യുന്നുണ്ട്, അതായത് റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന മുട്ട ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 2 മുട്ട ആഡ് ചെയ്യുന്നുണ്ട്, ഒരു കുറച്ച് വാനില എസൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ആ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മുടെ കൊക്കോ പൗഡർ ഉണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്തിട്ട് 1 കപ്പ് സാദാ പാല്, പച്ചപ്പാൽ, തിളപ്പിക്കാത്തയൊക്കെ റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന പാലാണേ. അതൊന്ന് എടുത്തിട്ട് മിക്സിയിലോട്ടൊന്ന് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സി അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊരു ട്രേ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പർ കേക്കിൻ്റെ റെസിപ്പിയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മൈദയൊക്കെ കൊടുത്ത് വെറുതെ കുഞ്ഞുങ്ങൾക്ക് അഴുക്ക് അൺഹെൽത്തി ആയിട്ടുള്ള മൈദ ഒരിക്കലും കൊടുക്കില്ല. മൈദ ഒട്ടും ശരീരത്തിന് നല്ലതല്ല. അപ്പോൾ കേക്കൊക്കെ കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പം നമുക്കാണേലും ഇപ്പം ഡയറ്റൊക്കെ ഉള്ള സമയത്ത് ഇതിൻ്റെ ഒരു 2 കഷ്ണം കഴിക്കാം. ഡയറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു ഷുഗർ ക്രേവിങ്സ് എല്ലാവർക്കും ഉണ്ടാകും, അത് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് ഈ കേക്കിൻ്റെ ഒരു 2 പീസൊക്കെ കഴിക്കാം കേട്ടോ. അതിൽ കൂടുതൽ കഴിക്കില്ല, ഡയറ്റൊക്കെ പൊളി കേട്ടോ. അപ്പോൾ ഇതിൽ അധികം മധുരം നമ്മൾ ചേർക്കുന്നില്ല, കുറച്ച് മധുരമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കും ഈസി ആയിട്ട് നമുക്ക് കഴിക്കാം. കുട്ടികൾക്കും അത്രയും മധുരം കൊടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ അതുകൊണ്ട് മധുരം കുറച്ച് ചേർത്താണ് കേക്ക് ഉണ്ടാക്കിയേക്കുന്നത്. എന്നും പറഞ്ഞാൽ കേക്കിന് ഒട്ടും ടേസ്റ്റ് ഇല്ല, അതൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. ഏത്തപ്പഴവും മുട്ടയും ഓട്സും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു നല്ല അടിപൊളി ഹെൽത്തി കേക്കാണ് കേട്ടോ. ശരിക്കും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ്, അതായത് ഡാർക്ക് ചോക്ലേറ്റാണ് ആഡ് ചെയ്തത്. ഡാർക്ക് ചോക്ലേറ്റ് ഇങ്ങനെ മുകളിലായിട്ട് ഇട്ടത് കൊണ്ടാണ് അത്രയും ഭാഗം ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്നത്, അത് മെൽറ്റായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്കാണ്. ഇത് എത്ര കഴിച്ചാലും മതി വരില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി കേക്ക് റെഡി ആയിട്ടാണ്. നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ശരിക്കും കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ടാണ് കട്ടായി വരുന്നത്. ശരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാൻ ആ ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഇട്ടപ്പോഴത്തേക്കും അതിങ്ങനെ മെൽറ്റായി വന്നിട്ട് നല്ലൊരു ചോക്കോലാവ കേക്കൊക്കെ കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റാണ്. അതേ മധുരം ഞാൻ ചേർത്തിട്ടില്ല, പക്ഷേ ആ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഇത് ഒന്ന് മെൽറ്റായിട്ട് ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വിശ്വസിച്ച് സമാധാനത്തിൽ സ്വസ്ഥമായിട്ടിരുന്നിട്ട്, മൈദ അല്ലാത്തത് കൊണ്ട് സ്വസ്ഥമായിട്ട് നമുക്ക് ഈ കേക്ക് എത്ര വേണേലും കഴിക്കാം കേട്ടോ. അത്രയും ടേസ്റ്റാണ്, നല്ല നല്ല ഹെൽത്തിയാണ്. ഇതൊരു ഏത്തപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്, അതിൻ്റെ ഒരു ചുവയോ ഒന്നും അറിയത്തില്ല, ഏത്തപ്പഴത്തിൻ്റെ ഒരു ഫ്ലേവറേ നമുക്ക് കിട്ടത്തില്ല. ശരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെറുതെ കുട്ടികൾക്ക് മൈദയൊക്കെ കൊടുത്ത് വെറുതെ വയറ് ചീത്തയാക്കാതെ ഇങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് തയ്യാറാക്കി കൊടുത്ത് നോക്കൂ കേട്ടോ. അവർ ഇഷ്ടം പോലെ കഴിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട്, ഹെൽത്തി വീഡിയോസായിട്ടൊക്കെയാണ് ഞാൻ വരുന്നത്. നല്ല റെസിപ്പീസ് ആയിരിക്കും. അപ്പോൾ ഇനി കാണുന്നത് വരെ